സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് അരുണിമ എന്ന് പറയുന്ന ആ ഒരു യുവതി ചെയ്യുന്നത്. ഇത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു, അതായത് കുറച്ച് അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അഭിമാനമൊന്നും ഇല്ലട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഈ അരുണിമ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് തനി തെണ്ടിത്തരം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ജോർജേട്ടൻ്റെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ പുതിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മുടെ മൂപ്പൻ ചേട്ടൻ്റെ വീഡിയോ കാണാനിടയായി. അപ്പോൾ മൂപ്പൻ ചേട്ടനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒപ്പിയെടുത്ത് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ മൂപ്പൻ ചേട്ടൻ്റെ ആ ഒരു വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഇതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മലയാളി പോലും ഇമ്മാതിരി തെണ്ടിത്തരം കാട്ടരുത്. അതായത് ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിയെ പാരവാക്കാൻ എങ്ങനെയാണ് തോന്നുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജോർജേട്ടൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ്റെ കാല് തൊടാൻ ഒരിക്കൽ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം നല്ല മനുഷ്യൻ തന്നെയാണ് ഈ ജോർജേട്ടൻ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അപ്പോൾ ഏതായാലും അരുണിമ അയാളെ കളിയാക്കി. ഇനിയിപ്പോൾ അരുണിമയ്ക്കെതിരെ അതായത് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. ജോർജേട്ടൻ, ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. റീസെൻ്റ്ലി അരുണിമയുടെ വീഡിയോസ് കണ്ടു. സെയിം ഐ ഫെൽറ്റ് ഫ്രം ഖത്തർ. അതായത് ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ സംഭവം അതുപോലെ ഈ പുള്ളിക്കാരത്തിക്ക് ഉണ്ടായി ഖത്തറിൽ വെച്ച് എന്നുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഖത്തറിലേക്കുള്ള സ്റ്റോറി ഖത്തറിലേക്ക് മാറുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വേറെ ഒരുപാട് സംഭവങ്ങളിൽ ട്വിസ്റ്റ് വരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഖത്തറിലാണ്. ഞാൻ അവരെ കാണാൻ പോയപ്പോഴാണ് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടത്. ഫ്ലൈറ്റിൽ വെച്ച് ആരെ കണ്ടത്? ഈ പുള്ളിക്കാരിയെ കണ്ടത്. പിന്നെ ഷീ കോൾ മീ ഫോർ സം ഹെൽപ്പ്. പിന്നെ പുള്ളിക്കാരത്തി എന്നെ കുറച്ച് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു എന്നുള്ളത്. പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരത്തി ട്രാവലിംഗ് മൊത്തം പുള്ളിക്കാരത്തി യൂട്യൂബിൽ റവന്യൂ കൊണ്ട് ആണ് ഫ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ സ്വന്തം യൂട്യൂബ് റവന്യൂ കൊണ്ടാണ് എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ ഹെൽപ്പ് വാങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത് അതൊന്നും കുറ്റമായിട്ട് കാണുന്നൊന്നുമില്ല. ഞാൻ കാണുന്നതേ ഇല്ല. പിന്നെ ഷീ കാൾ മീ ഫോർ സം ഹെൽപ്പ്. ഞാൻ എൻ്റെ ബ്രദർ ഇൻ ലോ ത്രൂ സോർട്ട് ഔട്ട് ചെയ്തു. ബട്ട് ആഫ്റ്റർ ദാറ്റ് എനിക്ക് മനസ്സിലായി ട്രാവൽ മാത്രമല്ല ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ മാത്രമല്ല ആ കുട്ടി മറ്റെന്താ ചെയ്യുന്നത്? നിങ്ങളെപ്പോലുള്ള ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടാവുമല്ലോ. നല്ല കോണ്ടാക്ട്സ് ഒന്നും അല്ല അവിടെ ഉണ്ടായത്. നല്ല രീതിയിലുള്ളൊരു കോണ്ടാക്റ്റ് അല്ല അവിടെ ഉണ്ടായത്. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ പറഞ്ഞതും എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. സംഭവം ആക്ച്വലി ഈ പറഞ്ഞതിനകത്ത് നിന്ന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ. ഞാൻ പറഞ്ഞാണോ ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇനിയാണ് മെയിൻ പോയിന്റ്, കോർ ഫാക്ടർ. ജോർജേട്ടനെയൊക്കെ തെറി പറഞ്ഞവർ, കുറ്റം പറഞ്ഞവരൊക്കെ ഇതൊന്ന് കേൾക്കണേ. നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയൊരു വിപത്ത് എന്നുള്ള സാധനമുണ്ട്. ഒരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു സമൂഹത്തിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള ആൾക്കാർ പോലും അവരുടെ ബാക്ക് സൈഡിലേക്ക് ചെയ്യുന്ന ചില ബൗണ്ടറീസ് വെക്കേണ്ടിടത്തുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ? ഇപ്പോൾ എനിക്കറിയത്തില്ല. ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. കുറേ ഫാൻസ് ഉണ്ട്. ഓക്കെ, കുറേ ഫാൻസ് ചിലപ്പോൾ ആക്രമിച്ചേക്കാം. കേട്ടോ, അടുത്തത് ഡ്രഗ്സ് അടക്കം യൂസ് ഉണ്ടായി. ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് പിന്നെ ആ കോണ്ടാക്റ്റ് കട്ടാക്കുമായിരുന്നു. എന്താണ്? ഡ്രഗ്സ് അടക്കം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ട്സ് പറഞ്ഞാണ് അത് അറിയുന്നത്. പിന്നെ അതോടുകൂടി ആ കോണ്ടാക്റ്റ് അങ്ങ് കട്ട് ചെയ്തു. അവരെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, ഖത്തർ പോലൊരു കൺട്രി ആകുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ഖത്തർ പോലൊരു കൺട്രിയിൽ ഇങ്ങനെ സാഹചര്യം, ഇങ്ങനെ സംഭവമായിട്ടൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഖത്തറിലേക്കുള്ള ആൾക്കാർ ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയായിരിക്കും? അവിടെ മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ദുബായ് പോലെ അല്ല ഖത്തർ എന്നാണ് വിശ്വസിക്കുന്നത്. ഖത്തർ, കുവൈറ്റ്, ഇങ്ങനെയുള്ള സൗദി രാജ്യങ്ങളിലൊക്കെ മദ്യമൊന്നും അങ്ങനെ ലഭ്യമല്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് തിരുത്തണം. എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഖത്തർ പോലൊരു കൺട്രിയിലാവുമ്പോൾ അറിയാമല്ലോ. ചേച്ചി അവിടെ ഫാമിലി ആയാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചി അവിടെ ഫാമിലി ആയിട്ടായിരുന്നു ഉള്ളത്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സംഭവം വിട്ടു എന്നുള്ള കാര്യമാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ അരുണിമ സെഡ് ടു മീ ഷീ വാണ്ട്സ് ടു കം UK. അതായത് ഈ പുള്ളിക്കാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ അരുണിമ പറഞ്ഞത് എനിക്ക് ഷീ വാണ്ട്സ് ടു കം UK വരാൻ റെഡിയാണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു അത്രേ. ഇൻവൈറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ റിസ്ക് ആണ്, മനസ്സിലായല്ലോ കാര്യങ്ങൾ. സോ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അവർ ആ റിസ്ക് ആണെന്നുള്ള കാര്യം കൊണ്ട് വിട്ടു. സോ ഇതിന് ശേഷവും കുറേ കാര്യങ്ങൾ വേറെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. ഒരുപാട് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് അത്രയും
ഓക്കെ, അത് ആ കുട്ടി ഈ നിമിഷം വരെ. അല്ല, അതാണ് എനിക്കും പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് ഈ മൂപ്പൻ ചേട്ടൻ അയച്ചു കൊടുത്ത ഒരു വീഡിയോ, ഒരു മെസ്സേജാണ്. അയാൾക്ക് ഇതേപോലെ ഒരു ഇത് ചതിവ് പറ്റേണ്ടതായിരുന്നു. അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. അതായത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ട്രാവലിങ്ങിന് കണ്ടെത്തുന്ന പൈസ എങ്ങനെയാണ്, എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ അറബി കൺട്രിയിൽ, അതായത് ദുബായ് ഒഴികെ, ദുബായ് പിന്നെ ഒമാൻ പിന്നെ കുവൈത്ത് ഇങ്ങനെയുള്ള ഈ ചില രാജ്യങ്ങളിലൊഴികെ ഇങ്ങനെ, അതായത് ഈ മദ്യമോ മയക്കുമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്ക് കഴിഞ്ഞാലും തല പോകും എന്നുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അതായത് ഇന്ത്യ വിട്ടിട്ട് മയക്കുമരുന്ന് എവിടുന്ന് പിടിച്ചു കഴിഞ്ഞാലും അവൻ്റെ തല വെട്ടും, അത് ഉറപ്പ് തന്നെയാണ്. ഒരിക്കലും പിന്നെ തല കിട്ടത്തില്ല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പോലെ ഇതുണ്ടായിരുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ട് വന്നേക്കരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളൊന്നും ഇതുപോലെ പോയിട്ട് കുഴി ചാടിയേക്കരുത്. ഈ സ്ത്രീയാണ്, അതുപോലെ തന്നെ ഞങ്ങളെ വിളിച്ചൊരു ഹെൽപ്പ് ചോദിച്ചു, ഞങ്ങൾ ചെയ്തു കൊടുത്തതാണ്, ഞങ്ങൾ പെട്ടുപോയി എന്നൊന്നും പറഞ്ഞിട്ടാരും വന്നേക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 വയസ്സുള്ള ജോർജ് ഏട്ടനെ നാറ്റിച്ചിട്ട് ഇതുവരെ വന്നിട്ട് ഒരു അപ്പോളജി പോലും പറയാതെ, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ തെറ്റ് പറ്റിയിട്ട് അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര പ്രയാസം? തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൂടെ? ഇനി വീഡിയോ നിങ്ങൾ പിൻവലിക്കേണ്ട, നിങ്ങൾക്ക് 10 പൈസ കിട്ടുന്നതാണ്. ഓക്കെ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ചിൽ ഓടിയിട്ടുണ്ട്. സാധാരണ നിങ്ങളുടെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് റീച്ചാണ്. അതിനൊന്നും നിങ്ങൾക്ക് വലിയ പൈസ ഒന്നും കിട്ടത്തില്ല. അതായത് ഈ വെളിയിൽ പോയിട്ട് യൂട്യൂബ് റവന്യൂ കൊണ്ട് വെളിയിൽ പോയിട്ട് ഈ രാജ്യങ്ങളിൽ പോയിട്ട് ഈ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യാനൊന്നും നിങ്ങൾക്ക് അതിന് മാത്രം റവന്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങളുടെ റവന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ആ ഒരു പൈസ മതി. പക്ഷേ വെളി രാജ്യത്ത് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ വേണ്ടി വരും. ആ പൈസയൊക്കെ ഈ 50K വ്യൂസും അല്ലെങ്കിൽ പിന്നെ 20-30K വ്യൂസൊന്നും കിട്ടിയിട്ട് എവിടുന്നും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ കച്ച കിട്ടി ഇറങ്ങിയതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ഏട്ടനെ സഹായിക്കാനൊന്നുമില്ല. ജോർജ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോഴേ ഡാ ഹബിയേ അങ്ങ് ഇറങ്ങിക്കോടാ, ഇത് തന്നെടാ ഒരു ഇത്. സാധാരണ ഈ ഊളകളുടെ ചില കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനക്കേടുന്ന, ആരെ കൊന്നിട്ടായാലും കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മനക്കേടുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് ഈ പിന്നെ അരുണിമ മാറിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും ബാക്കിയും കൂടി കേട്ടിട്ട് വരാം. ഒരു ഒമാനിലുള്ള ഒരാളും കൂടി, ഒരു സ്ത്രീയും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതായത് ഓരോ ആൾക്കാരും ഉടായ്പകൾ നമുക്ക് മനസ്സിലാകും. നമ്മളീ കാണുന്നതൊന്നുമല്ല മക്കളെ മനുഷ്യർ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും പല ഉടായ്പകളും കാണിക്കുന്നതാണ്. നമ്മൾ കാണുമ്പോൾ വെളുത്തിട്ട് വരാം, അതുപോലെ അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറയും. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് വേറെ പലതുമാണ്. ഏതായാലും അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. വ്യക്തിക്ക് ഇവരെ കൊണ്ട് താമസിപ്പിച്ച മറ്റൊരാളുടെ അനുഭവം, സത്യത്തിൽ ആ കൊച്ച് വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് തോന്നി എന്ന് പറയുന്നു. അതായത് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയ ഒരാൾ തന്നെ പറയുകയാണ് എങ്ങനെയെങ്കിലും തിരിച്ച് പോയാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നിക്കാനുള്ള കാരണം എന്താ? ഞാനൊക്കെ ഇപ്പം ദുബായിലൊക്കെ പോയി വിസിറ്റിംഗ് വിസയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ ഒരുപാട് നല്ല മനുഷ്യർ സഹായിച്ച് ഒക്കെയാണ് ഞാനവിടെ ഓവർ സ്റ്റേ ഒക്കെ ആയിട്ട് നാട്ടിലേക്കൊക്കെ തിരിച്ചു വന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം, ഭയങ്കരമായിട്ട് തീക്ഷ്ണ അനുഭവമുണ്ട്. അന്ന് കുറേ നല്ല മാലാകമാര പോലുള്ള മനുഷ്യരെ കണ്ടു. അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ട് ചില സ്ഥലങ്ങളിലേക്ക് ഇന്ന് അരുണിമ താമസിക്കുന്നത് പോലെ അരുണിമയ്ക്ക് കയറി കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന പോലെ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആരും ആ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്നും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു. ഒരാൾ പോലും അങ്ങനെ കുറ്റവും വിട്ടുപോയിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അരുണിമയുടെ കാര്യം ഒന്ന് നോക്കി നോക്കൂ. നിങ്ങൾ ആ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും കുറിച്ച് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എന്തൊക്കെയാണ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ആ വീട്ടിലുള്ളവർ പറയുന്നതാണ് എന്താ ഇഷ്യൂ എന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല, 4-5 ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, മെസ്സേജിൽ ഡിപ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്, അവൻ ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ, അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം പുള്ളിക്കാരത്ത് ഡിപ്രഷൻ ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മനസ്സിനുള്ള ഉടമകളായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. നമ്മളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കും, ഡ്രസ്സ് കഴുകലും ഷൂ തുടക്കലും എല്ലാം അടിപൊളി. ഡ്രസ്സ് കഴുകലും ഷൂ തുടക്കലും എല്ലാം. സത്യം പറയാമല്ലോ, ഞാൻ സന്തോഷത്തോടെയാണ് എല്ലാം ചെയ്തു കൊടുത്തത്. അവർ വീട്ടിൽ ഗസ്റ്റ് അല്ലേ, അവർ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്തു. ഞാനും ഹസ്ബൻഡും അടുത്ത വീട്ടിലെ കല്യാണത്തിനടക്കം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ കൊണ്ടുപോയ അവർക്ക് അവരുടെ അനുഭവങ്ങൾ പറയുന്നു. നേരത്തെ പറഞ്ഞ് അവർ കേട്ടല്ലോ, അവർ കണക്ഷൻ തന്നെ കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പുള്ളിക്കാരത്തിയുടെ ഒരു ക്യാരക്ടർ. ഇനി എല്ലാത്തിനും പുറമെ ഏറ്റവും വലിയ ഫൈനലി ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ജോർജ് ഏട്ടൻ അവസാനം ഒരു തീരുമാനമെടുത്തു. കളിയാക്കിയതാണോ സർക്കാസോ ആണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരനിട്ടേക്കുന്ന ലേറ്റസ്റ്റ് പോസ്റ്റാണ്. 22 hours
ഉടൻ ആരംഭിക്കുന്നു പുതിയ ചാനൽ ജോർജ് ഏട്ടൻ യാത്രയിലാണ് എന്ന് പറഞ്ഞിട്ട് ജോർജ് ലോർ. അപ്പോൾ ഏതായാലും ഈ ഒമാനിലുള്ള ഒരു സഹോദരിയാണ് പറഞ്ഞത്, അതായത് ഇവരുടെ ഈ ഒരു കഥകൾ നമുക്കറിയാലോ, മലയാളിയല്ലേ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ പറയുന്നു എനിക്ക് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ ഭർത്താവും താമസിക്കുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവരെത്തിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രസ്സ് അലക്കൽ, അതുപോലെ ഷഡ്ഡി വരെ അലക്കി കൊടുത്തത് അവർ തന്നെയാണെന്നാണ് പറയുന്നത്. അടിവസ്ത്രം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ സ്ത്രീയെ കൊണ്ട് അലക്കിച്ചു, ഷൂ പോളിഷ് വരെ ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തൊരു മനുഷ്യത്തെയാണ്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളുമ്പോഴും എന്തൊരു ഡീസൻ്റാണ്, പക്ഷേ ഇമാതിരി കൂറ സ്വഭാവമാണെന്ന് നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. ഇതാണ് പറയുന്നത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു മുഖമാണ്, വേറൊരു തലത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ്. ഇതാണ് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ കാലത്ത്. ആരെ വിശ്വസിക്കും, എങ്ങനെ വിശ്വസിക്കും, ഒരു തരത്തിലും കഴിയുന്നില്ല. ഇനിയിപ്പോഴും ഇതുപോലെയുള്ള ആൾക്കാർക്ക്, അതായത് ആരെങ്കിലും നാട് ചുറ്റാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്, നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു സന്തോഷകരമായ കാര്യമുണ്ട്, നമ്മൾ 70 വയസ്സായ ജോർജ് ഏട്ടൻ്റെ പുതിയ ചാനൽ വരാൻ പോകുന്നുണ്ട്. ജോർജ് ഏട്ടൻ യാത്രയിലാണ് എന്നുള്ളതാണ് ചാനലിൻ്റെ പേര്. വളരെ സന്തോഷമുണ്ട്, കാരണം ജോർജ് ഏട്ടൻ ഒരു ചാനൽ തുടങ്ങേണ്ടതാണ്. കാരണം ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർജ് ഏട്ടൻ ശരിക്കും ചെറിയൊരു ഭാഗ്യവാൻ കൂടിയാണ്. കാരണം ഈ സ്ത്രീയെ അവിടെ കൊണ്ടുപോയി ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ജോർജ് ഏട്ടൻ കൊടുക്കും എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞ് ജോർജ് ഏട്ടൻ ഇനി തെളിയിക്കാൻ പറ്റും, എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയതാണ്, എന്നെ തെറി പറഞ്ഞു പോയതാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല എന്ന് ഇനി ജോർജ് ഏട്ടന് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് ജോർജ് ഏട്ടനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുത് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.